ചുല്ലാളത്തെ അഫാന്റെ വാപ്പയുടെ സഹോദരൻ്റെ വീട്ടിൽ നിന്ന് പ്രശാന്ത് ശങ്കരമംഗലത്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, അവിടെ കൂടുതൽ പരിശോധന, പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും അടക്കം പരിശോധന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ. പോലീസും ഫോറൻസിക്കും അതോടൊപ്പം തന്നെ ഡോഗ് സ്ക്വാഡ് വിദഗ്ധരും ഇപ്പോൾ സ്ഥലത്തെത്തിയിരിക്കുകയാണ്. സ്ഥലത്തെത്തി പരിശോധന നടത്താനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. 2 ഡോഗ് സ്ക്വാഡ് വിദഗ്ധരാണ് ഇപ്പോൾ ഈ വീട്ടിനുള്ളിലേക്ക് എത്തിയിരിക്കുന്നത്. ആ പ്രദേശവും സ്ഥലങ്ങളുമെല്ലാം ഇപ്പോൾ ഡോഗ് സ്ക്വാഡ് വിദഗ്ധർ പരിശോധന നടത്തും. അതിനുള്ള നടപടിക്രമങ്ങളാണ്. ഒരു ഭാഗത്ത് ഇതിൻ്റെ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് ഇത്തരത്തിൽ ഈ ഫോറൻസിക് വിദഗ്ധരും അതോടൊപ്പം തന്നെ മറ്റുള്ള ഈ ഡോഗ് സ്ക്വാഡ് അടക്കം ഇവിടേക്ക് എത്തിയും ഈ പ്രദേശത്തെ സ്ഥലങ്ങൾ അടക്കം പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നടക്കുന്നത്. വലിയ രീതിയിൽ ഒരു ജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന ഒരു അവസ്ഥയും നിലവിലുണ്ട്. കേട്ടറിഞ്ഞുകൊണ്ടെല്ലാം കഴിഞ്ഞൊരു രാത്രിയാണ് ഈ വിവരങ്ങൾ ജനങ്ങൾ അറിയുന്നത്. അതിനുശേഷം ഇപ്പോൾ പല സ്ഥലങ്ങളിലായി നിന്ന് ജനങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ മരണപ്പെട്ട ലത്തീഫിൻ്റെ മരുമക്കൾ ഇവിടെ ഈ വീട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ട്. ഫോറൻസിക് നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതിൽ ഒരു ഫോറൻസിക് പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇൻക്വസ്റ്റ് നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുമെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുശേഷം ആയിരിക്കും മറ്റ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ. അതോടൊപ്പം തന്നെയാണ് ഒരു ഭാഗത്ത് ഇത്തരത്തിൽ ഈ ഡോഗ് സ്ക്വാഡിലെ വിദഗ്ധരും പരിശോധനകളെല്ലാം നടത്തുകയും ചെയ്തത്. വലിയ രീതിയിൽ ഒരു ജനങ്ങൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് വലിയൊരു അവ്യക്തത നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ചേട്ടാ, വാർഡ് മെമ്പറല്ലേ? എന്താ സംഭവിച്ചത് അറിയാൻ പറ്റുമോ? സംഭവിച്ചത് ഇന്നലെ ഒരു 6-6:45 മണിയോളം ഞാനിങ്ങനെ പേരുവഴി വഴി പാസ് ചെയ്ത് പോകുമ്പോഴാണ് അവിടുത്തെ സംഭവം നടക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചപ്പോഴാണ് പിന്നീട് അറിയുന്നത് ഇങ്ങനെ ഈ പയ്യനെ പോലീസിൻ്റെ മുമ്പ് കീഴടങ്ങിയ ശേഷം അയാളുടെ മൊഴിയാണ് ഇങ്ങനെ ഞാൻ മറ്റു കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇവിടെ വന്നത്. ഇവിടെ വരുമ്പോൾ സ്വാഭാവികം ആദ്യം കണ്ടത് പോലീസാണ്. തൊട്ടടുത്ത അയൽവാസികൾ പോലും അറിഞ്ഞിട്ടില്ല. അയൽവാസികൾ പോലും പറഞ്ഞില്ല. അതായത് പോലീസ് എത്തിയതിനു ശേഷമാണ് നിങ്ങളും ഈ പരിസരവാസികളടക്കം ഈ കാര്യം അറിഞ്ഞത്? അതെ, പോലീസ് എത്തിയതിനു ശേഷം. ഈ അഫ്സാൻ നിരന്തരം ഇവിടെ വരാറുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ല. ഇങ്ങനെ ഇവര് ചേട്ടാ, ഈ അബ്ദുൽ ലത്തീഫും കുടുംബവും ഈ അഫ്സാനെ പറ്റി പറയും അങ്ങനെ എന്തെങ്കിലും? ഒന്നും പറയാറില്ല. അടിക്കടിക്ക് വരുന്ന ആളല്ല? അല്ല. അബ്ദുൽ ലത്തീഫ് എങ്ങനെയാണ് എല്ലാവരോടും? വളരെ നോർമൽ, നല്ലൊരു മനുഷ്യനാണ്. CRPF ജീവനക്കാരനായിരുന്നു. പെൻഷനൊക്കെ പറ്റി അവർ ഭാര്യയും ഭർത്താവും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. വളരെ സൈലൻ്റാണ്. 2 പെൺമക്കൾ? 2 പെൺമക്കളെ 2 പേരെയും കല്യാണം കഴിച്ചയച്ചു. അവർ 2 പേരും സെപ്പറേറ്റ് താമസമാണ്. ഭൗതിക ശരീരം എങ്ങനെ ഇരിക്കുന്നത്? ഭൗതിക സാഹചര്യം സെറ്റിയിൽ ഇരിക്കുന്നതായിട്ടാണ് ചരിഞ്ഞ്. നല്ല ബ്ലഡ് പുറത്തുനിന്ന് തലയ്ക്കാണ് പെരുക്ക്. അടുക്കളയിലൂടെ ചേർന്നാണ് ഈ ലത്തീഫ് സാഹിബിൻ്റെ ഭാര്യ കിടക്കുന്നത്. അവരുടെയും ഇതാണ് അടിയാണ്. അടി 2 കിട്ടിയ തലയ്ക്കാണ്. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഹാമർ കൊണ്ട് അടിച്ചു, പൊട്ടിച്ചു. ഇവർ 2 പേരും വളരെ സമാധാനത്തോടെ ഇവിടെ താമസിച്ചു? സമാധാനത്തോടെ, 2 പേരും സമാധാനത്തോടെ, ഒരു ഐക്യത്തോടുകൂടി താമസിച്ചു പോകുന്നവരാണ്. മറ്റെല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. യാതൊരുവിധ പ്രകോപനമില്ലാതെ നല്ല ആളുമായി നല്ല മിങ്കിൾ ചെയ്ത് പോകുന്ന 2 പേരുമാണ്. ഈ പ്രദേശമേ ഒരു സൈഡിൽ മാത്രമാണ് വീടുള്ളത്, മറ്റു സൈഡിലൊരു വിജനമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഇത് ആളുകളാരും അറിയാതെ പോയത്? അതാണ് ശ്രദ്ധിക്കാത്തത്. മാത്രമല്ല ഇത്തരം വിഷയങ്ങളൊന്നും ഇവിടെ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയില്ല. തൊട്ടടുത്തുള്ളൊരു വീട്ടിൽ പിന്നെ അവിടെ സ്ത്രീകൾ മാത്രമാണുള്ളത്. തൊട്ട് താഴോട്ടുള്ളിടത്ത് മാത്രമാണ് ഒരു പുരുഷനായിട്ട് ഉള്ളത്. അയാൾ ബിസിനസ്സുകാരനാണ്. അയാൾ മറ്റു മേഖലയിലോട്ടൊക്കെ പോയതുകൊണ്ടായിരിക്കാം. നിലവിളിക്കുന്ന ശബ്ദവും അങ്ങനൊന്നും കേട്ടിട്ടില്ല? കേട്ടിട്ടില്ല. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് EA മജീദ്. ഞാൻ ഇവിടുത്തെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്.